ഒരു മനുഷ്യജന്മത്തെ അക്ഷരങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച അസാമാന്യതയുടെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. പൊടിപ്പും തൊങ്ങലും ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാകണം എഴുത്തിലും അത് ദൃശ്യമായത്. അദ്ദേഹം നടന്ന വഴികളിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് പിന്നീട് കഥകളായത്. എല്ലാ കഥകളും കാലത്തോടൊപ്പം നിന്നു. കഥാപാത്രങ്ങൾ കാലാനുവർത്തിയുമായി. ജീവിത വഴികളിൽ ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴായി വന്നു പോകാറുണ്ട്. ആ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുമുണ്ട്. അത്രത്തോളം സമൂഹത്തിൻ്റെ ഉള്ളിലെ കടലാഴങ്ങളും മനുഷ്യൻ്റെ ഉള്ളിലെ തിരയാഴങ്ങളും കണ്ട എഴുത്തുകാരനാണ് അദ്ദേഹം. നെല്ല് പുഴുങ്ങുന്നതിനിടയ്ക്കാണ് കുഞ്ഞാച്ചുമ്മയ്ക്ക് പ്രസവവേദന വന്നത്. പുഴുങ്ങുന്ന നെല്ല് നിറച്ച കൊട്ടയുടെ ഓരത്ത് തന്നെ പ്രസവവും നടന്നു. കാലം കഥയ്ക്ക് കൊടുത്ത വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാമനുഷ്യൻ അങ്ങനെ ലോകം കണ്ടു. അടുപ്പിൽ നിന്നുയർന്ന പുകച്ചുരുളും പുഴുങ്ങിയ നെല്ലിൻ്റെ ചൂടും ചൂരും കുഞ്ഞു ബഷീറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാകണം ഓരോ കഥകളുടെയും നെഞ്ചകത്ത് മനുഷ്യൻ്റെ ചൂടും ചൂരും ഇത്രമേലുണ്ടായത്. പിന്നീട് കടന്നുവന്ന വഴികളിലെല്ലാം കാലം ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. അനന്തരം ഇംഗ്ലീഷിലും മലയാളത്തിലും തികഞ്ഞ പ്രാവീണ്യം നേടി. പട്ടിണിക്കിടയിലും അക്ഷരങ്ങൾ കൈവിടാതെ പിടിച്ചു. ഗുസ്തിക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പം കാലത്തിനൊപ്പം വളർന്ന് മറ്റു പലതുമായി. വായന ഇഷ്ടവിനോദമായിരുന്നു. എഴുത്ത് പിന്നീട് എപ്പോഴോ അതിജീവനത്തിനായുള്ള ഏക ആശ്രയമായി മാറുകയായിരുന്നു. 1943 ബഷീർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പൂജപ്പുര ജയിലിൽ കഴിയുമ്പോഴാണ് പ്രേമലേഖനം എഴുതിയത്. ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ ലേഖനം എഴുതിയതിൽ നിന്ന് രാജ്യദ്രോഹം ആരോപിച്ച് അദ്ദേഹം രാഷ്ട്രീയ തടവുകാരനായിരുന്നു. പ്രേമലേഖനത്തിൻ്റെ രചനയെക്കുറിച്ച് ബഷീർ തൻ്റെ പിന്നീടുള്ള മതിലുകൾ എന്ന കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. മതിലുകളുടെ ഇതിവൃത്തം രൂപപ്പെടുത്തുന്ന പ്രണയകഥയും ഇതേ ജയിൽവാസത്തിനിടയിലാണ് സംഭവിച്ചത്. ജയിലിൽ സഹതടവുകാരെ, പ്രത്യേകിച്ച് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരെ രസിപ്പിക്കാൻ അദ്ദേഹം നിരവധി കഥകൾ എഴുതി. പക്ഷേ ജയിൽ മോചിതനായ സമയത്ത് പ്രേമലേഖനം മാത്രമായിരുന്നു കയ്യിൽ കിട്ടിയത്. പുറത്തിറങ്ങിയ ശേഷം 1943 പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചു. 1944 തിരുവിതാംകൂറിൽ ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു. അതിൽ രാഷ്ട്രീയമില്ലെങ്കിലും തിരുവിതാംകൂറിൽ ഈ പുസ്തകം നിരോധിക്കുന്നതിനുള്ള പ്രധാന കാരണം തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമായിരുന്നു. അവിടെ മതാന്തര വിവാഹങ്ങളെ കർശനമായി എതിർക്കുകയും പുസ്തകം പരോക്ഷമായി മതാന്തര വിവാഹങ്ങളെ അനുകൂലിക്കുകയും ചെയ്തു എന്നതാണ്. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പിന്നീട് കണ്ടുകെട്ടി. ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാളം. മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ, വാക്കുകളുടെ മാന്ത്രികനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് കാലാനുവർത്തിയായി. ലോകമാകെ അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിൻ്റെ എല്ലാ നോവലുകളും ചിരിയിൽ പകർത്തി. ഭാഷയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തുലോകം തീർക്കുകയായിരുന്നു അദ്ദേഹം. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. പ്രേമലേഖനവും പാത്തുമ്മയുടെ ആടും ഇമ്മണി ബല്യ ഒന്നും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു വായനാനുഭവം തന്നെയായിരുന്നു. ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കാൻ ബഷീറിന് കഴിഞ്ഞു. നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിൻ്റെ പ്രത്യേകത. അനുഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇമ്മിണി ബല്യ ഒന്ന്, ചിരിപ്പിടിയോളം, ലൊടുക്കൂസ്, ബെടുക്കൂസ്, ഇമ്മിണിശ, ബുദ്ധൂസ്, വിഷാദ മധുരമോഹന കാവ്യം, വെളിച്ചത്തിനെന്തു തെളിച്ചം, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചു. ബഷീറിൻ്റെ മതിലുകൾ അടൂരിൻ്റെ തിരക്കഥയിൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര അനുഭവങ്ങളായി മാറി.
1982 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. 1994 ജൂലൈ 5 അദ്ദേഹം സാഹിത്യലോകത്തോട് വിട പറഞ്ഞു.